ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. മാഷ്ഡ് പൊട്ടറ്റോസ് ഒരു വട്ടമെങ്കിലും കഴിച്ചിട്ടുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും വീണ്ടും കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് യമ്മിയും ടേസ്റ്റിയുമായിട്ടുള്ളതാണ്. അതുമാത്രമല്ല, ചെറിയ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഹെൽപ്പ് ചെയ്യും. കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു വിഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നത്. പൊട്ടറ്റോസ് സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് ശ്രദ്ധിക്കാനുണ്ട്. വാക്സി പൊട്ടറ്റോസും സ്റ്റാർച്ചി പൊട്ടറ്റോസും ഉണ്ട്. വാക്സി പൊട്ടറ്റോ എന്ന് പറയുമ്പോൾ കുറച്ച് സ്കിൻ ഡാർക്കായിട്ട് വരുന്ന പൊട്ടറ്റോസാണ്. നമ്മൾ ഇന്ത്യയിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു പൊട്ടറ്റോ സ്റ്റാർച്ചി പൊട്ടറ്റോ ആണ്. നല്ല പോലെ പശ ഉണ്ടാവും. ഈ ഒരു ടൈപ്പ് പൊട്ടറ്റോ തന്നെയാണ് നമ്മുടെ റെസിപ്പിക്ക് ആവശ്യം. പൊട്ടറ്റോ തൊലിയൊക്കെ കളഞ്ഞ് വയ്ക്കുമ്പോൾ കറുത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള വെള്ളം ഞാൻ റെഡിയാക്കി വയ്ക്കുകയാണ്. കുറച്ച് വെള്ളത്തിലേക്ക് ഐസ് ഇങ്ങനെ ഇട്ട് വെച്ചാൽ മതി. അപ്പം നല്ലപോലെ തണുത്തിരുന്നോളും. ഞാനപ്പോൾ ഈ ഒരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് ആകെ 2 പൊട്ടാറ്റോസാണ് എടുത്തിട്ടുള്ളത്. ഒത്തിരി ഒന്നും എടുക്കേണ്ട കാര്യമില്ല, കാരണം ഇതൊരു സൈഡ് ഡിഷായിട്ട് വയ്ക്കാവുന്നതാണ്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമുക്ക് വേണമെങ്കിൽ സൈഡ് ഡിഷായിട്ട് വെറുതെ ഇങ്ങനെ സ്പൂണിൽ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് അളവിൽ ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഇതേപോലെ ഒരു പീലറിൻ്റെ സഹായത്തിൽ ഞാനിങ്ങനെ പീൽ ചെയ്ത് വയ്ക്കുന്നുണ്ട്. 2 എണ്ണമാണ് ആകെ എടുത്തിട്ടുള്ളത്. പീൽ ചെയ്തിട്ട് അപ്പോൾ തന്നെ ആ വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചേക്കുക. അപ്പോൾ തൊലി ഒട്ടും കറുത്ത് പോകാതെ തന്നെ നമുക്ക് കിട്ടുവേ. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തിട്ട് വേവിച്ചെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടണം, എന്നാൽ ഒത്തിരി വെള്ളം പോലെയൊന്നും വെന്ത് പോവരുത്. പാകത്തിന് വെന്ത് കിട്ടണം. ഇനി നമുക്കിത് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒരു 3 വിസിലൊക്കെ മതിയാവും. അപ്പോൾ ഞാൻ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിക്കണം. ഈ ഉരുളൻകിഴങ്ങ് ജസ്റ്റ് ഒന്ന് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം ചേർത്ത് കൊടുക്കണം. ഇതിലേക്ക് ഉപ്പോ വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. ഞാനിതിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് സാൾട്ടഡ് ബട്ടറാണ്. അതുകൊണ്ടിട്ടാണ് ഞാൻ ഉപ്പ് ചേർക്കാത്തത്. ഇപ്പോൾ ഇനി അടച്ചു വെച്ച് ഒരു 3 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ബട്ടർ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ബട്ടർ കട്ട് ചെയ്യുന്ന സമയത്ത് കത്തി ഒന്ന് നല്ലപോലെ ചൂടാക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ ചൂടാക്കുകയാണെങ്കിൽ പെട്ടെന്ന് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഇനി ഇത് മെൽറ്റ് ചെയ്യാൻ പോവാണ്. ഇത് മുഴുവനൊന്നും ആവശ്യമില്ല നമുക്ക്, എന്നാലും കുറച്ച് മെൽറ്റ് ചെയ്ത് വച്ചേക്കാം. ബാക്കിയുള്ളത് എടുത്ത് സൂക്ഷിച്ച് വെച്ചാൽ മതിയല്ലോ. ഈ ഒരു കട്ട് ചെയ്തിരിക്കുന്ന സമയവും പിന്നെ ഞാൻ കുറച്ച് പാത്രമൊക്കെ കഴുകി വന്നപ്പോഴേക്കും നമ്മുടെ ഉരുളൻകിഴങ്ങ് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇനി നമുക്കൊന്ന് സ്ട്രെയിൻ ചെയ്ത് വെക്കണം. അപ്പോൾ ഞാനിപ്പോൾ അരിപ്പ പാത്രത്തിലിട്ട് ഇങ്ങനെ സ്ട്രെയിൻ ചെയ്ത് എടുത്ത് വച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ ഇപ്പോൾ മെൽറ്റ് ചെയ്തും എടുത്തിട്ടുണ്ട് ബട്ടറൊക്കെ. സോൾട്ടഡ് ബട്ടറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഈ പൊട്ടറ്റോ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ പൊട്ടറ്റോ മാഷർ ഉണ്ടെങ്കിൽ അത് വെച്ച് മാഷ് ചെയ്യാം. അതാണ് ഏറ്റവും എളുപ്പം. മാർക്കറ്റിലൊക്കെ കടയിലൊക്കെ വളരെ കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുന്നതാണ് ഈ പൊട്ടറ്റോ മാഷർ കേട്ടോ. നല്ല പോലെ പ്രസ് ചെയ്യുക. ഇനി ഇതില്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് വെച്ചിട്ടോ തവി വെച്ചിട്ടോ ഒക്കെ ഇങ്ങനെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നല്ല പോലെ പ്രസ് ചെയ്ത് മാഷ് ചെയ്തെടുക്കുക. നല്ല സോഫ്റ്റായിട്ടുള്ളൊരു പേസ്റ്റാക്കി എടുക്കേണ്ടതുണ്ട്. ഇങ്ങനെ നല്ല പോലെ മാഷായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് സോൾട്ട് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കുറച്ച് പെപ്പർ പൗഡർ. ഇത് രണ്ടും മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇടിച്ചു കൊടുക്കുക നല്ല പോലെ. എന്നിട്ട് ഇത് കുറച്ച് പാലെടുത്തിട്ട് പാലിലേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ല പോലെ തിളപ്പിക്കണം. അപ്പോൾ പാലിലേക്ക് വെളുത്തുള്ളിയുടെ ആ ഒരു സ്വാദെല്ലാം ഇറങ്ങും. നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ. പാലിപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. അല്ല, നമുക്ക് കറക്റ്റൊരു വെസ്റ്റേൺ ഡിഷായിട്ട് തന്നെ കിട്ടണം, ആ ഒരു ഫ്ലേവർ തന്നെ വേണമെന്നുണ്ടെങ്കിൽ റോസ്മേരി ലീവ്സ് കിട്ടും.
അപ്പോൾ ആ ഒരു ലീവ്സ് ഇട്ട് തിളപ്പിച്ചാലും മതി. പക്ഷേ എനിക്ക് പേഴ്സണലി കൂടുതൽ ഇഷ്ടം വെളുത്തുള്ളി ഇട്ട് തന്നെ ചെയ്യുന്നതാണ്. നമ്മുടെ ഒരു ഇന്ത്യൻ ടേസ്റ്റിന് നമുക്കൊക്കെ കൂടുതലായിട്ടും ഇഷ്ടമാകുന്നത് ആ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ആയിരിക്കും റോസ്മേരിയേക്കാളും. അപ്പോൾ ഇതും കൂടി ആ പാലും കൂടി ഇതിൽ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയൊരു വൈറ്റിഷ് ടോണുള്ള നല്ലൊരു ക്രീമായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇച്ചിരി കൂടി ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് സ്പ്രിംഗ് ഒനിയൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ കറക്റ്റാണ്, ഉപ്പ് കറക്റ്റാണ്. ചെറിയൊരു പെപ്പറിൻ്റെയും അതുപോലെ വെളുത്തുള്ളിയുടെയും ഫ്ലേവറുള്ള നല്ല ടേസ്റ്റി പൊട്ടറ്റോ, നല്ല വായിലിട്ട് അലിഞ്ഞു പോകുന്ന തരത്തിലുള്ള മാഷ്ഡ് പൊട്ടറ്റോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് തക്കാളിയും സ്പ്രിംഗ് ഓനിയനും വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയ ഈ റെസിപ്പി തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. സൈഡ് ഡിഷായിട്ടൊക്കെ കഴിക്കാം. കുട്ടികൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, ചെറിയ കുട്ടികൾക്ക്, ടോഡ്ലേഴ്സിന് 2 വയസ്സൊക്കെയുള്ള അങ്ങനെയുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കാവുന്നതേ ഉള്ളൂ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം പറയണം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾ എന്തായാലും വെയിറ്റ് ചെയ്തിരുന്നുള്ളൂ. അടിപൊളി ഡിഷായിരിക്കും. അതുവരെ ഹാപ്പി ആയിട്ടിരിക്കുക. ബൈ.